വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ. ഭാര്യ പ്രസവിച്ച വിവരമറിഞ്ഞ കുഞ്ഞിനെ കാണാനെത്തിയ യുവാവിനെ ഭാര്യ പിതാവ് കുത്തിക്കൊന്നത് മുൻ വൈരാഗ്യം കാരണം. മകൾക്ക് ഭർത്താവിന്റെ വീട്ടിൽ നിരന്തരം പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നുവെന്ന് പറഞ്ഞ് ഭാര്യ പിതാവ് ഉദയകുമാറും മരുമകൻ കൃഷ്ണകുമാറും തമ്മിൽ നിരവധി തവണ വാക്കേറ്റത്തിൽ ഏർപ്പെട്ടിരുന്നതായിട്ടാണ് വിവരം. ഈ കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരമാണ് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയായ ഗോവിന്ദസിൽ വെച്ച് സംഭവം നടന്നത്. ആശുപത്രിയുടെ ക്യാന്റീന് സമീപമാണ് സംഭവം നടന്നത്. കൃഷ്ണകുമാറും ഉദയകുമാറിന്റെ മകൾ അലീനയും തമ്മിലുള്ള വിവാഹം നടന്നിട്ട് വെറും 11 മാസമാകുന്നതേ ഉള്ളൂ. സംഭവത്തെക്കുറിച്ച് വഞ്ചിയൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ സാഗർ പറയുന്നത് ഇങ്ങനെ: ഏകദേശം 1 വർഷമാകുന്നതേ ഉള്ളൂ കൃഷ്ണകുമാറും അലീനയും തമ്മിലുള്ള വിവാഹം നടന്നിട്ട്. സെക്രട്ടേറിയറ്റിലെ സഹകരണ വകുപ്പിലെ താൽക്കാലിക ജീവനക്കാരനായിരുന്നു കൃഷ്ണകുമാർ. BBA വിദ്യാർത്ഥിനിയായ അലീനയുമായി പ്രണയത്തിലാവുകയും പിന്നീട് വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹം നടത്തുകയുമായിരുന്നു. വിവാഹത്തിന് ശേഷം പെൺകുട്ടി കൃഷ്ണകുമാറിന്റെ വീട്ടിലെത്തിയ ശേഷം അവരുമായി നല്ല പൊരുത്തത്തിലല്ലായിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. ഭർത്താവിന്റെ വീട്ടിൽ സ്ഥിരമായി പ്രശ്നങ്ങളായതോടെ അലീനയെ സ്വന്തം വീട്ടിലെത്തിക്കാൻ ഉദയകുമാർ ആവശ്യപ്പെടുകയും ചെയ്തു. ഇരു വീട്ടുകാരും തമ്മിൽ വഴക്കുകൾ ഉണ്ടാകുന്നത് പതിവായി. ഇതിനിടയിൽ പെൺകുട്ടി ഗർഭിണിയാവുകയും ചെയ്തു. കൃഷ്ണകുമാറിന്റെ വീട്ടിൽ അലീനയ്ക്ക് നിരന്തരം പീഡനമായിരുന്നുവെന്നാണ് പെൺകുട്ടിയുടെ വീട്ടുകാർ ആരോപിച്ചിരുന്നത്. എന്നാൽ ഈ വാദം പോലീസ് മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല. സ്ഥിരമായി കൃഷ്ണകുമാറിന്റെ അമ്മയുമായി പെൺകുട്ടി വഴക്ക് കൂടിയെന്നതാണ് മറ്റൊരു വാദം. കൃഷ്ണകുമാർ അമ്മ പറയുന്നത് മാത്രമേ കേൾക്കുന്നുള്ളൂവെന്ന് പറഞ്ഞും പെൺകുട്ടിയുടെ അച്ഛൻ പ്രശ്നമുണ്ടാക്കിയിരുന്നു. പ്രസവത്തിനായി പെൺകുട്ടിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. പ്രസവത്തിനായി സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയ ഭാര്യയെ നേരിൽ കാണാൻ കൃഷ്ണകുമാർ ഇടയ്ക്ക് വീട്ടിൽ പോകുന്നത് പതിവായിരുന്നു. ഇവിടെ എത്തുമ്പോഴെല്ലാം ഉദയകുമാർ വീട്ടിലുണ്ടെങ്കിൽ ഇരുവരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്നതും പതിവായിരുന്നു. പിന്നീട് കൃഷ്ണകുമാറിനെ ഭാര്യയെ കാണാൻ വീട്ടിൽ എത്തുന്നതിൽ നിന്നും ഉദയകുമാർ വിലക്കുകയും ചെയ്തു. ഇതേ ചൊല്ലിയും വഴക്കു പതിവായിരുന്നു. ഈ കഴിഞ്ഞ വ്യാഴാഴ്ച അലീന പ്രസവിച്ചെങ്കിലും വിവരം ഭർത്താവായ കൃഷ്ണകുമാറിനെ അറിയിച്ചില്ല. തന്റെ ഭാര്യ പ്രസവിച്ചിട്ട് 3 ദിവസമായി എന്ന് ചില ബന്ധുക്കൾ പറഞ്ഞതനുസരിച്ചാണ് കൃഷ്ണകുമാർ അറിയുന്നത്. ചില സുഹൃത്തുക്കളെയും കൂട്ടി അപ്പോൾ തന്നെ കൃഷ്ണകുമാർ ആശുപത്രിയിൽ എത്തുകയും ചെയ്തു. അവിടുത്തെ ക്യാന്റീനിൽ വെച്ച് ഭാര്യ പിതാവ് ഉദയകുമാറിനെ കണ്ടു. ഭാര്യയും കുഞ്ഞിനെയും കാണിക്കില്ലെന്ന് ഉദയകുമാർ പറഞ്ഞു. ഇതേ ചൊല്ലി ഇരുവരും തമ്മിൽ വാക്കുതർക്കമായി. ഇതിനിടെ കയ്യിലുണ്ടായിരുന്ന പേന കത്തിക്കൊണ്ട് ഉദയകുമാർ മരുമകനെ കുത്തിവീഴ്ത്തുകയായിരുന്നു. തടയാൻ ശ്രമിച്ച വഴയില സ്വദേശി അഖിലിന് പരിക്കേറ്റു. ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൃഷ്ണകുമാറിനെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് കുത്തിവീഴ്ത്തിയ ഉടനെ തന്നെ ഉദയകുമാർ സ്ഥലത്ത് നിന്ന് മുങ്ങുകയും ചെയ്തു. ഒരു സുഹൃത്തിന്റെ കയ്യിൽ നിന്നും കുറച്ച് പണം കടം വാങ്ങിയ ശേഷം ഒരു കാറിലായ സ്ഥലം വിട്ടു. പിന്നീട് ഇയാളെക്കുറിച്ച് വിവരമൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു.